ഹായ് ഓൾ, നമ്മൾ SFM തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണേ. SFMനകത്തുള്ള ഓരോരോ ചെറിയ ചെറിയ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് നമുക്ക് പയ്യനെ ഏതെങ്കിലും ഒരു തിയറി പോർഷൻസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുള്ള് കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോസ് കുറച്ചും കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് വീഡിയോസ് കുറച്ചും കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പറയുന്ന കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെയും അല്ലാതെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ്. സോ അടുത്ത മൺഡേ മുതൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു തിയറി, മേ ബി ഇൻകം ടാക്സ് ഓർ കമ്പനിയിലോ ഏതെങ്കിലും ഒന്നും കൂടെ നമുക്ക് ക്ലബ് ചെയ്ത് അങ്ങനെ പോകാം. സോ നമ്മൾ ഇന്ന് SFMനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ദാറ്റ് മീൻസ് റിസ്ക് അപ്രൈസൽ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രോബബിലിറ്റി അനാലിസിസ് പഠിക്കാനുണ്ട്, സെൻസിറ്റീവ് അനാലിസിസ് പഠിക്കാനുണ്ട്, ഡിസിഷൻ ട്രീ പഠിക്കാനുണ്ട്. അങ്ങനെ ചെറിയ മേഖലകൾ കുറേ അധികം നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യമേ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാം. സാധാരണ രീതിയിൽ ഇതിൽ നിന്ന് ഒരു തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയില്ല, അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ ഓപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഒരു ടേമിൽ. ബാക്കി എല്ലാ ടേമിനകത്തും ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. സെൻസിറ്റിവിറ്റി അനാലിസിസ് പഠിക്കാനുണ്ട്, ഡിസിഷൻ ട്രീ പഠിക്കാനുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കാനുണ്ട്, റിസ്ക് അനാലിസിസ് പഠിക്കാനുണ്ട്, പ്രോബബിലിറ്റി അനാലിസിസ് പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ സെപ്പറേറ്റ് ടോപ്പിക്സുകൾ പഠിക്കാനുണ്ട്. സോ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 4-5 ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനുണ്ട്. മനസ്സിലായി? അത് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 2. ഓക്കെ, SFMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ പറയുന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൺഫ്യൂസിങ് ഇല്ല, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നിങ്ങൾ കേട്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് ആൻസർ ചെയ്താൽ മാത്രം മതി. മനസ്സിലായി? സോ അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. സെൻസിറ്റിവിറ്റി അനാലിസിസ്, അതായത് കുറേ ഇൻപുട്സ് ചേർന്നാണ് ഒരു ഔട്ട്പുട്ട്സ് ഉണ്ടാവണേ. കുറേ ഇൻപുട്സുകൾ ചേർന്നാണ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവണേ. സോ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഔട്ട്പുട്ടുമായിട്ട് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായി നിൽക്കുന്ന പോർഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏതാണ്, അത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ ആസ് എ ബിസിനസ് നമ്മുടെ ഔട്ട്പുട്ട് എന്താ? നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ നമ്മുടെ ഔട്ട്പുട്ട് എന്താ? നമ്മുടെ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും പ്രോഫിറ്റ് എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും, അല്ലേ? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും. സോ ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മീൻസ് ക്യാഷ് ഫ്ലോ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോയും കൂടെ പറയണേ. അക്കൗണ്ട്സിൻ്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അക്കൗണ്ടിങ്ങിനകത്ത് ഒരു ബിസിനസ്സിൻ്റെ ലാഭം മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് അക്കൗണ്ട്സിൽ. പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് ഏതായതുകൊണ്ട്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ക്യാഷ് ബാലൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. സോ നമ്മുടെ ഇവിടെ 2 ടൈപ്പ് ഔട്ട്പുട്ടാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് പറയാം, അല്ലെങ്കിൽ NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു നമ്മൾ ഇന്റർന് പഠിച്ചതാ NPV. NPV എന്ന് വെച്ചാൽ എന്നാ? Present value of cash inflow minus present value of cash outflow. ഇതിനെയാണ് നമ്മൾ NPV എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? സോ നോക്കിയേ, സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം, കുറേ അധികം ഇൻപുട്സുകൾ ചേർന്നാണ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവണേ. മനസ്സിലായോ? ഈ ഔട്ട്പുട്ടിനകത്ത് ഏറ്റവും, അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന പാർട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയണേ. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഈ NPV എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തരം ഇൻപുട്സ് ഉണ്ടാവും ആലോചിച്ച് നോക്കിയേ. ഒന്ന് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ, അല്ലേ? 2 നമ്മുടെ ഇനീഷ്യൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ. അതും അല്ലെങ്കിൽ എന്തെന്ന് പറയാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അതല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ചേർന്നതിന്, അല്ലെങ്കിൽ ഒന്നിലധികം ഇൻപുട്സുകൾ ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവണേ? ഔട്ട്പുട്ട് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവണേ. മനസ്സിലായി? ഇവിടെ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇതിനകത്ത് ചേഞ്ച് വരുമ്പോഴാണ് ഈ പറയുന്ന പ്രോഫിറ്റിനെ അല്ലെങ്കിൽ NPVനെ കൂടുതലായിട്ട് ബാധിക്കണേ. ഇറ്റ്സ് കോൾഡ് സെൻസിറ്റിവിറ്റി പാർട്ട്.
മനസ്സിലായി? അതായത് ക്യാഷ് ഇൻഫ്ലോ 10% കൂടി, ക്യാഷ് ഇൻഫ്ലോ 10% കൂടി, അപ്പം NPV 50% കൂടി. ഓക്കെ, ഇതേപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ 10% കൂടി. കൂടുന്ന നേരത്ത് NPV ആകെ 20% മാത്രമേ ഇൻക്രീസ് ആയുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് വന്നുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഏറ്റവും സെൻസിറ്റിവിറ്റി പാർട്ട് ഏതായിരിക്കും? ഏറ്റവും സെൻസിറ്റിവിറ്റി പാർട്ട് ഏതായിരിക്കും? തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കും, ക്യാഷ് ഇൻഫ്ലോ തന്നെ ആയിരിക്കും, അല്ലേ? കാരണം എന്താ, ക്യാഷ് ഇൻഫ്ലോയ്ക്കകത്ത് 10% വ്യത്യാസം വന്നപ്പം നമുക്ക് 50% NPV കൂടി. പക്ഷേ ക്യാഷ് ഔട്ട്ഫ്ലോയ്ക്കകത്ത് 10% ഡിഫറൻസ് വന്നപ്പം NPVയിൽ നമുക്ക് എത്ര മാത്രമേ ഡിഫറൻസ് വന്നുള്ളൂ? 20% വരെ മാത്രം ഡിഫറൻസ് വന്നുള്ളൂ. സോ ഇങ്ങനെ ഓരോ എലമെൻറ്റിനെയും, ഇൻപുട്ടിനകത്ത് കിടക്കുന്ന ഓരോ എലമെൻറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രോഫിറ്റിനകത്ത് വേരിയേഷൻ വരുന്നതെന്ന് നോക്കുന്നു. ദാറ്റ് മീൻസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷനും കൂടെ എഴുതാം. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് ഇൻറ്റു 100. മനസ്സിലായോ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് ഇൻറ്റു 100. ഓക്കെ, അതായത് ഓരോന്നും ഡിഫറൻസ് വരുന്നത് കൊണ്ട് പ്രോഫിറ്റിനകത്ത് ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണെന്ന് നോക്കാം. ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് ഇൻറ്റു 100 ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എല്ലാത്തിൻ്റെയും ചെക്ക് ചെയ്യണം. ക്യാഷ് ഇൻഫ്ലോൻ്റെ ചെക്ക് ചെയ്യണം, ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ ചെക്ക് ചെയ്യണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ചെക്ക് ചെയ്യണം, നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ ചെക്ക് ചെയ്യണം. അങ്ങനെ ഇൻപുട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ടോ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എന്തൊക്കെ തരം ഇൻപുട്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്നത് ഏത് ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ന് നോക്കാം. അതിനെ സെൻസിറ്റിവിറ്റി പാർട്ടായിട്ട്, ദ മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ടായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലാക്കേണ്ട തിയറി ഇത്രേ ഉള്ളൂ. നമുക്ക് പയ്യനെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. 2 ടൈപ്പാണ് നമുക്ക് പ്രോബ്ലങ്ങൾ ചോദിക്കാറ്. സെൻസിറ്റിവിറ്റി അനാലിസിസുമായിട്ട് ബന്ധപ്പെടുത്തി 2 ടൈപ്പ് പ്രോബ്ലമാണ് ചെയ്യണേ, അല്ലെങ്കിൽ ചോദിക്കാറ്. നമുക്ക് 2 ടൈപ്പ് പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. ഓക്കെ, നോക്കി ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ദ ബഡ്ജറ്റ് ഫോർ എ പ്രൊഡക്റ്റ് പി ഈസ് ഗിവൺ ആസ് ഫോളോസ്. പ്രൊഡക്റ്റ് പിയുടെ ബഡ്ജറ്റാണ് നമുക്ക് തന്നിരിക്കണേ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ? സെയിൽസ് 3 lakh ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh കിടപ്പുണ്ട്, ലേബർ 60,000 കിടപ്പുണ്ട്, വേരിയബിൾ ഓവർഹെഡ് 40,000 കിടപ്പുണ്ട്, ഫിക്സഡ് ഓവർഹെഡ് 50,000 കിടപ്പുണ്ട്. അതായത് സെയിൽസ് 3 lakh അല്ലേ? മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? മെറ്റീരിയൽ കോസ്റ്റ് 1 lakh മൈനസ് ചെയ്യാം. ലേബർ കോസ്റ്റ് എത്രയായിരുന്നു? ലേബർ 60,000 മൈനസ് ചെയ്യാം. ഓവർഹെഡ്സ് 40,000 മൈനസ് ചെയ്യാം. ഫിക്സഡ് ഓവർഹെഡ് 50,000 മൈനസ് ചെയ്യാം. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 2,50,000 വരും. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50,000 rupees പ്രോഫിറ്റ് ആയിരിക്കും. നമ്മളോട് ചോദിക്കുന്നത് എന്നാണെന്നറിയാമോ? യു ആർ റിക്വയർഡ് ടു ടെസ്റ്റ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ ബഡ്ജറ്റ് ടു 10% ചേഞ്ച്. അതായത് ഈ ഓരോ ഫാക്ടറിനകത്തും നമ്മൾ 10% വ്യത്യാസം വരുത്താൻ പോവാണ്. ഓരോ ഫാക്ടറിനകത്തും 10% വ്യത്യാസം വരുത്താൻ പോവാണ്. അങ്ങനെ ഓരോ ഫാക്ടറിനകത്തും 10% ഡിഫറൻസ് വരുന്ന നേരത്ത് പ്രോഫിറ്റിൻ്റെ എത്രയാണ് ഡിഫറൻസ് വരുന്നതെന്ന് നോക്കണം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്നത് ഏത് പാർട്ടാണെന്ന് നോക്കണം. അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സെൻസിറ്റിവിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ചെയ്ത് മനസ്സിലായോ? അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം മനസ്സിലായോ? എന്നാലേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഈ എമൗണ്ടുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, സെയിൽസ് 3 lakh ആണ്, ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh ആണ്, ലേബർ 60, ഓവർഹെഡ് 40, ഫിക്സഡ് 50, പ്രോഫിറ്റ് 50. നമ്മൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ഓരോന്നിൻ്റെയും സെൻസിറ്റിവിറ്റി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ദ ഫസ്റ്റ് വൺ, ഓക്കെ പറയട്ടെ. നമ്മൾ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് ആ ഫോർമുല പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചേഞ്ച് ഇൻ
പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് ഇൻറ്റു 100. അതായത് ഓരോ ഫാക്ടറിനകത്തും 10% ഡിഫറൻസ് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രോഫിറ്റ്. നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്നാ, മെറ്റീരിയൽ അല്ലേ, ചേഞ്ചസ് ഓഫ് മെറ്റീരിയൽ. നിലവിൽ മെറ്റീരിയൽ എത്രയായിരുന്നു? നിലവിൽ മെറ്റീരിയൽ എത്രയാണ്? 1 lakh rupees ആണ്. സോ മെറ്റീരിയൽ 1 lakh ആണ്. അത് 10% കൂടും. 10% കൂടുമ്പോൾ മെറ്റീരിയലിൻ്റെ വാല്യൂ എത്ര കൂടും? 10,000 കൂടും അല്ലേ? മെറ്റീരിയലിൻ്റെ വാല്യൂ 10,000 കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നും കൂടെ പറഞ്ഞേ. ഇപ്പം പ്രോഫിറ്റ് എത്രയാണ്? ഇപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റ് എത്രയാണ്? നിലവിലുള്ള പ്രോഫിറ്റ് 50,000 ആണ്. സോ മെറ്റീരിയലിൻ്റെ വാല്യൂ, മെറ്റീരിയലിൻ്റെ യൂണിറ്റ്സ് അല്ലാട്ടോ പറയണേ, മെറ്റീരിയലിൻ്റെ വാല്യൂ 10,000 കൂടുമ്പോൾ പ്രോഫിറ്റ് 40,000 ആവും. ആവല്ലേ? കാരണം എന്നാ, കോസ്റ്റ് 10,000 കൂടി. കോസ്റ്റ് 10,000 കൂടിയാൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് നിലവിലുള്ളതിനേക്കാൾ 10,000 കുറയും. ദാറ്റ് മീൻസ് ഇവിടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപ വരും? 10,000 വരും. മനസ്സിലായോ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 വരും. ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് ഇൻറ്റു 100. ചെയ്താൽ മനസ്സിലായല്ലോ? സെയിൽസ്, അതായത് ഓരോന്നും 10% മാറുകയാണെങ്കിൽ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെയിൽസ്, മെറ്റീരിയൽ 1 lakh ആയിരുന്നു, 10% ഡിഫറൻസ് വന്നു. ദാറ്റ് മീൻസ് 10,000 ആയി. സോ മെറ്റീരിയലിൽ 10,000 കൂടിയാൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് 10,000 കുറയും അല്ലേ? സോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര വരാം? 10,000 വരാം. ഡിവൈഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് 50,000 ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 10,000 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 100. എത്ര ശതമാനം? 20% വരും. ചെയ്താൽ മനസ്സിലായോ? സോ മെറ്റീരിയലിന് 10% ഡിഫറൻസ് വന്നാൽ പ്രോഫിറ്റിൽ എത്ര ശതമാനം ഡിഫറൻസ് വരും? 20% ഡിഫറൻസ് വരും. ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തെ ഏതാ? ലേബറിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? ലേബർ 60,000 ആയിരുന്നു അല്ലേ? ലേബർ ഈ പറയുന്നത് പോലെ തന്നെ ലേബറിൻ്റെയും ചെയ്യാം. ലേബർ 60,000 ആയിരുന്നു. അത് 10% ഡിഫറൻസ് വരികയാണ് എന്ന് പറഞ്ഞാൽ ലേബർ എത്ര വരും? 6,000 കൂടും. ലേബർ 6,000 കൂടിയാൽ പ്രോഫിറ്റ് എത്ര കുറയും? 6,000 തന്നെ കുറയും. ദാറ്റ് മീൻസ് 6,000 പ്രോഫിറ്റിനകത്ത് ഡിഫറൻസ് വരും. സോ 6,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 100. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് 6,000 ആണ്. ഡിവൈഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് 50,000 ആണ്. ഇൻറ്റു 100 എത്ര ശതമാനം വരും? ഈക്വൽ ടു 12%. ദാറ്റ് മീൻസ് മെറ്റീരിയലിനകത്ത് ഉണ്ടാവുന്ന ഡിഫറൻസ്, മെറ്റീരിയലിൽ 10% ആണെങ്കിൽ പ്രോഫിറ്റ് 20% ഡിഫറൻസ് വരും. അടുത്തത് ലേബർ 10% ആണെങ്കിൽ പ്രോഫിറ്റിനകത്ത് 12% ഡിഫറൻസ് വരുള്ളൂ. ഇതേപോലെ എല്ലാം നോക്കാം നമുക്ക്. അടുത്തത് മൂന്നാമത്തെ ഏതാ? വേരിയബിൾ ഓവർഹെഡാണ്. വേരിയബിൾ ഓവർഹെഡിൻ്റെ വാല്യൂ എത്രയായിരുന്നു? വേരിയബിൾ ഓവർഹെഡ് 40,000 ആയിരുന്നു അല്ലേ? വേരിയബിൾ ഓവർഹെഡ് ഈ പറയുന്നത് പോലെ 40,000 ആയിരുന്നു വേരിയബിൾ ഓവർഹെഡ്. 40,000 വേരിയബിൾ ഓവർഹെഡ് വരുന്ന നേരത്ത് ഇൻറ്റു 10% എത്ര വരും? 4,000 വരും. സോ വേരിയബിൾ ഓവർഹെഡ് 4,000 ഇൻക്രീസ് ചെയ്താൽ ഉറപ്പായിട്ടും പ്രോഫിറ്റും എത്ര രൂപയുടെ ഡിഫറൻസ് വരും? കോസ്റ്റ് ആണ്. കോസ്റ്റ് കൂടുമ്പോൾ ഉറപ്പായിട്ടും പ്രോഫിറ്റ് കുറയും. സോ 4,000 ഡിഫറൻസ് വരും. ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 100. മനസ്സിലായോ? സോ 4,000 ആണ്. 4,000 മീൻസ് 40,000 ഇൻറ്റു 10%. 4,000 വരും. ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 100 എത്ര വരും? 8% ഡിഫറൻസ് വരും. സോ നോക്കി, മൂന്നാമത്തെ വേരിയബിൾ ഓവർഹെഡ് 8% ഡിഫറൻസ് വരും. ഇനി നാലാമത്തെ ഫിക്സഡ് ഓവർഹെഡ്. ഫിക്സഡ് ഓവർഹെഡിൻ്റെ വാല്യൂ എത്രയാണ്? ഫിക്സഡ് ഓവർഹെഡിൻ്റെ വാല്യൂ 50,000 ആയിരുന്നു. സോ 50,000 ഇൻറ്റു 10% 5,000 വരും. സോ ഡിഫറൻസ് കോസ്റ്റ് കൂടും. സോ പ്രോഫിറ്റ് 5,000ൻ്റെ ഡിഫറൻസ് വരും. 5,000 ഇൻറ്റു ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 100 എത്ര ശതമാനം വരും? 10% വരും. ചെയ്താൽ മനസ്സിലായോ? സോ ഇവിടെ ഞാൻ എഴുതി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് മെറ്റീരിയൽ 10% ഡിഫറൻസ് വന്നപ്പോൾ പ്രോഫിറ്റ് 20% ഡിഫറൻസ് വന്നു. ലേബർ 10% ഡിഫറൻസ് വന്നപ്പോൾ പ്രോഫിറ്റ് 12% ഡിഫറൻസ് വന്നു.
വേരിയബിൾ ഓവർ ഹെഡ് 10% ഡിഫറൻസ് വന്നപ്പം പ്രോഫിറ്റ് 8% ഡിഫറൻസേ വന്നുള്ളൂ. ഇനി ഫിക്സഡ് ഓവർ ഹെഡ് 10% ഡിഫറൻസ് വന്നപ്പം പ്രോഫിറ്റും എത്ര തന്നെ വന്നു? 10% ഡിഫറൻസ് തന്നെ വന്നു. ഇനി അടുത്തത് ലാസ്റ്റ് സെയിൽസിൻ്റെ സെയിൽസ്. സെയിൽസിൻ്റെ വാല്യൂ എത്രയാ പറഞ്ഞേ? സെയിൽസിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 3 lakh ആയിരുന്നു സെയിൽസിൻ്റെ വാല്യൂ അല്ലേ? സോ 3 lakh ഇൻറ്റു 10% ചെയ്യുമ്പം നമുക്ക് എത്ര വരും? 30,000 rupees സെയിൽസ് കൂടും. 3 lakh ഇൻറ്റു 10% 30,000 rupees നമുക്ക് സെയിൽസ് കൂടും. സോ 30,000 rupees സെയിൽസ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റും എത്ര തന്നെ കൂടും? 30,000 തന്നെ കൂടും അല്ലേ? സെയിൽ കൂടുന്നു, സെയിൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തും കൂടും? പ്രോഫിറ്റ് കൂടും. സെയിൽസ് വാല്യൂ മാത്രം കേട്ടോ, സെയിൽസിൻ്റെ യൂണിറ്റ്സ് അല്ല നമ്മൾ പറയണേ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 3 ലക്ഷം യൂണിറ്റ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, സാറേ യൂണിറ്റ്സ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ കൂടില്ലേ, ലേബർ കൂടില്ലേ, ഓവർ ഹെഡ് കൂടില്ലേ എന്നൊക്കെ ചോദിക്കും. ഇവിടെ അതൊന്നും അല്ല പറയണേ. സെയിൽസ് പ്രൈസ് മാത്രമാണ് കൂടണേ. യൂണിറ്റ്സ് ഒക്കെ സെയിമാ, അഡീഷണൽ കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 lakhൻ്റെ 10% എത്ര? 30,000 ഇൻക്രീസ് ചെയ്യും. 30,000 ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റും എത്രയും ഇൻക്രീസ് ചെയ്യും? 30,000 തന്നെ ഇൻക്രീസ് ചെയ്യും അല്ലേ? സോ 30,000 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് എത്രയാണ്? 50,000 വരും ഇൻറ്റു 100. എത്ര ശതമാനം വരും? 60% വരും. സോ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന നേരത്ത് നമുക്ക് ഏതായിരിക്കും മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ ഈ സെയിൽ പ്രൈസ് തന്നെയായിരിക്കും. കാരണം എന്താ? സെയിൽസിനകത്ത് 10% ഡിഫറൻസ് വന്നാൽ പ്രോഫിറ്റ് എത്ര ശതമാനത്തിനകത്ത് ഡിഫറൻസ് വരും? 60% ഡിഫറൻസ് വരും. സോ പ്രോബ്ലം ചെയ്തത് മനസ്സിലായോ? 2 ടൈപ്പ് പ്രോബ്ലമാണ് ചോദിക്കാറ്. അതിനകത്ത് ഒരെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞേ. അത് രണ്ടാമത്തെയും കൂടെ പറഞ്ഞാലേ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ പറഞ്ഞതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? ഇൻപുട്ടുകൾ ഓരോന്നും എടുക്കുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിനകത്ത് പ്രോഫിറ്റാണ്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിനകത്ത് പ്രോഫിറ്റാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇൻപുട്ടിനകത്ത് ഉണ്ടാകുന്ന ഡിഫറൻസുകൾ മാറുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് വ്യത്യാസം വരണേന്ന് നോക്കാം. ദ ഇക്വേഷൻ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഒറിജിനൽ പ്രോഫിറ്റ് ഇൻറ്റു 100. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും സെൻസിറ്റിവിറ്റി പാർട്ട് ഏതാണെന്ന് നോക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ 10% സെയിൽസ് വ്യത്യാസം വന്നപ്പം പ്രോഫിറ്റ് 60% കൂടി. സോ ഇവിടെ ഏതാ? നമ്മുടെ സെയിൽസ് പ്രൈസ് ആണ് ദ മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ട്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. നമുക്ക് കഴിഞ്ഞതും CMAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. കഴിഞ്ഞതും CMA ഫൈനലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഈ ഇടയായിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാറ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമ്മളുടെ ഡിഫറൻസും കാര്യങ്ങളും പറയാം. അതായത് ഫ്രം ദ ഫോളോയിങ് പ്രൊജക്ട് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ദ സെൻസിറ്റിവിറ്റി ഓഫ്. അതായത് ഈ പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസിനനുസരിച്ച് എല്ലാത്തിൻ്റെയും സെൻസിറ്റിവിറ്റി കാണണം. പ്രൊജക്ട് കോസ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ പ്രൊജക്ട് കോസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി എത്രയാണെന്ന് അറിയണം, ആനുവൽ ക്യാഷ് ഫ്ലോയുടെ സെൻസിറ്റിവിറ്റി എത്രയാണെന്ന് അറിയണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ സെൻസിറ്റിവിറ്റി എത്രയാണെന്ന് അറിയണം. അങ്ങനെ 3 കാര്യങ്ങൾ. വിച്ച് വേരിയബിൾ ഈസ് മോസ്റ്റ് സെൻസിറ്റിവിറ്റി? പറഞ്ഞ മനസ്സിലായോ? 2 ക്വസ്റ്റിന് നമ്മളുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ആദ്യത്തെ വ്യത്യാസം പറയാം. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ഓരോന്നും 10% ഡിഫറൻസ് വരികയാണെങ്കിൽ പ്രോഫിറ്റിൽ എത്ര ഡിഫറൻസ് വരും എന്ന് നോക്കിയാൽ അല്ലേ? അവിടെ ആൻസർ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഓരോന്നും എത്രത്തോളമാണ് വ്യത്യാസം വരുത്തേണ്ടതെന്ന് അറിയാം. സോ അത്രയും ഡിഫറൻസ് വരികയാണെങ്കിൽ പ്രോഫിറ്റിനകത്ത് എത്ര ഡിഫറൻസ് വരികയാണെന്ന് അറിയാം. ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് 12,000. ആനുവൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 4,500 rupees വരും. ഓരോ വർഷവും 4,500 രൂപ വെച്ച് കിട്ടും. ഇനി ആനുവിറ്റി ഫാക്ടർ നോക്കി. ആനുവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് വാല്യൂ ഫാക്ടറിൻ്റെ കോമ്പിനേഷനെയാണ് അല്ലേ? ക്യുമുലേറ്റീവിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ആനുവിറ്റി ഫാക്ടർ എന്ന് പറയണേ. NPV IRR ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിപ്പിച്ചതല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഇന്റർന് പഠിച്ചതല്ലേ? അതിനകത്ത് കിടക്കുന്ന. സോ നോക്കി, 4,500 രൂപയാണ് നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. 4,500 രൂപയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 14% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 14%ൻ്റെ 4 ഇയറിൻ്റെ ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 2.9137 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്ര കിട്ടും? 4,500 ഇൻറ്റു 2.9137 13,112. പോയിന്റ് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തു മാത്രം. സോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 13,112 ആണ്.
ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്? ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്? എത്ര പറഞ്ഞേ? 12,000 ആണ്. സോ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് NPV ആണ്. NPV എത്ര രൂപ വരും? 1112 രൂപ വരും. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നേരത്തെ പ്രോബ്ലം പോലെയല്ല, ഇത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ഇവിടെ നോക്കി നമ്മുടെ ഔട്ട്പുട്ട് 1112 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻപുട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് ഏതൊക്കെയാണ്? ഒന്ന് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, 2 ആനുവൽ ക്യാഷ് ഫ്ലോ, 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കിത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഒന്ന് കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി. നേരത്തെ ക്വസ്റ്റിനകത്ത് ഇതെല്ലാം 10% ഡിഫറൻസ് വരികയാണെങ്കിൽ ഇതിനകത്ത് എത്ര ഡിഫറൻസ് വരണം എന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് 10% ചേഞ്ച് ചെയ്ത് നോക്കാനും പറ്റില്ല, കാരണം നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറഞ്ഞേ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കി, ഒരു കോമൺ ഫാക്ടറിലോട്ട് നമ്മൾ ഇതിനെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെയല്ല, അതിൻ്റെ റിവേഴ്സായിട്ട് സെൻസിറ്റിവിറ്റി ഫാക്ടർ കാണും. മനസ്സിലായോ? നേരത്തെ കണ്ടുപിടിച്ചതുപോലെയല്ല, അതിൻ്റെ റിവേഴ്സായിട്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഔട്ട്പുട്ട് 1112 രൂപയാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1112 രൂപയാണ്. നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് എത്ര % ആണ് എന്നെടുത്ത് പറയാത്തത് കൊണ്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഇത് മൂന്നും എത്ര % ഡിഫറൻസ് വരുമ്പോഴാണ്, ഈ മൂന്നെണ്ണവും എത്ര % ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മുടെ NPV 0 ആവണേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായോ? ഉദാഹരണത്തിന് കോസ്റ്റ് ഒരു 5% ഡിഫറൻസ് വരുത്തി. കോസ്റ്റ് 5% ഡിഫറൻസ് വന്നപ്പോൾ തന്നെ NPV 0 ആയി. കോസ്റ്റിനകത്ത് 5% ഡിഫറൻസ് വന്നുള്ളൂ, NPV 0 ആയി. അടുത്തത് ആനുവൽ ക്യാഷ് ഫ്ലോ 10% ഡിഫറൻസ് വരുത്തി. ക്യാഷ് ഫ്ലോ 10% ഡിഫറൻസ് വരുത്തിയപ്പോൾ NPV 0 ആയി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15% ഡിഫറൻസ് വരുത്തി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15% ഡിഫറൻസ് വരുത്തിയപ്പോൾ NPV 0 ആയി. ഇനി പറഞ്ഞേ, ഇതിനകത്ത് ഏറ്റവും സെൻസിറ്റിവിറ്റി ഏതായിരിക്കും? ആലോചിച്ച് പറഞ്ഞേ. അതായത് 5%, 10%, 15%. ഏറ്റവും സെൻസിറ്റിവിറ്റി പാർട്ട് ഏതായിരിക്കും? അല്ല, ഇവിടെ ദ മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ട് എന്ന് പറയുന്നത് 5% ആയിരിക്കും. അതെന്താ അങ്ങനെ വന്നേ? കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10% വരികയാണെങ്കിൽ എത്ര മാറ്റം വരും. സോ അവിടെ ഹയസ്റ്റ് എടുത്തു, പ്രോഫിറ്റ് ഏറ്റവും ഹയസ്റ്റ് ഏതാണോ അതെടുത്തു. ഇവിടെ അങ്ങനെ ഡയറക്റ്റായിട്ടല്ല പറഞ്ഞിരിക്കണേ. സോ നമ്മൾ ഡയറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യമാണ്. NPV 1112 രൂപ ഉണ്ടായിരുന്നു. മനസ്സിലായോ? സോ ഇതിനകത്ത് ഓരോന്നും എത്ര ശതമാനം വ്യത്യാസം വരുത്തുമ്പോഴാണ്, ദാറ്റ് മീൻസ് നേരത്തെ ഇതിൻ്റെ % ഡിഫറൻസ് ആണ് കണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ % ഡിഫറൻസ് ആണ് കാണുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര ശതമാനം ഡിഫറൻസ് വരുത്തുമ്പോഴാണ് NPV 0 ആവണേ. അതേപോലെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്ര ശതമാനം ഡിഫറൻസ് വരുത്തുമ്പോഴാണ് NPV 0 ആവണേ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര ശതമാനം ഡിഫറൻസ് വരുത്തുമ്പോഴാണ് NPV 0 ആവണേ. അവിടെ ഏറ്റവും ചെറുതാണ് മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ട്. അതായത് 1% ഡിഫറൻസ് വരുത്തുമ്പോൾ തന്നെ NPV 0 ആയി. മറ്റേത് 10% ഡിഫറൻസ് വരുത്തിയിട്ടും NPV 0 ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ട് ഏതായിരിക്കും? ആ ചെറുതായിരിക്കും. മനസ്സിലായി? ഇതാണ് 2 ടൈപ്പ് പ്രോബ്ലം. സെൻസിറ്റിവിറ്റി അനാലിസിസിനകത്ത് ഇങ്ങനെ 2 ടൈപ്പ് പ്രോബ്ലം ഉള്ളൂ. സോ പ്രോബ്ലത്തിനകത്ത് എത്ര % ആണെന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ടിൻ്റെ ഹയസ്റ്റ് നോക്കാം. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്തത്. എത്രയാണോ ഹയസ്റ്റ് ഔട്ട്പുട്ട് പറഞ്ഞേ അത് നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ രണ്ടാമത്തേനകത്ത് അങ്ങനെ സെപ്പറേറ്റ് ഒരു % പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓരോന്നിനെയും എത്ര മാറ്റുമ്പോഴാണ് NPV 0 ആക്കണമെന്ന് നോക്കണം. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ ഫിഗർ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിലവിൽ NPV എന്ന് പറയുന്നത് എത്രയുണ്ട്? 1112 രൂപയുണ്ട്. അല്ലേ? 1112 ആയിരുന്നില്ലേ? അതെ, 1112 രൂപയുണ്ട്. സോ നോക്കി, ആദ്യത്തെ ഫസ്റ്റ് വൺ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ പോണേ. കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റിനകത്ത് എത്ര രൂപ ഡിഫറൻസ് വരുത്തുമ്പോഴായിരിക്കാം NPV 0 ആവണേ? NPV എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞേ? ക്യാഷ് ഇൻഫ്ലോ അല്ലേ? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ
ഇതിനാണ് നമ്മൾ NPV എന്ന് പറയണേ. ഈ NPV ഇപ്പോൾ എത്രയുണ്ട്? 1112 രൂപയുണ്ട്. ആണോ? അതായത് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമുക്ക് കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത് 13,112 ആണ്. ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമുക്ക് കിട്ടിയത് 13,112 മൈനസ് ഔട്ട്ഫ്ലോ ആയിട്ട് നമ്മൾ 12,000 റുപ്പീസ് മൈനസ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 1,112 കിട്ടി. സോ ഇവിടെ നോക്കിയേ, ഇത് 0 ആവണമെങ്കിൽ ഇവിടെ ഈ കോസ്റ്റ് 1112 രൂപ കൂടണം. വേണ്ടേ? അതായത് ഈ 12,000 എന്ന് പറയുന്നത് മാറി എത്ര തന്നെ ആവണം? 13,112 ആവണം. 13,112 ആവുമ്പോഴേ നമ്മുടെ NPV എന്ന് പറയുന്നത് എത്രയാവുള്ളൂ? 0 ആവുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ ഇത് എത്ര ശതമാനം ഡിഫറൻസ് വരുത്തണം? ഇപ്പോൾ എത്രയാ? 12,000 അല്ലേ? അത് 1112 രൂപ വ്യത്യാസം വരുത്തണം. ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ 12,000 ഇൻറ്റു 100 എത്ര വരുമെന്നറിയാവോ? 9.26% വരും. 9.26%. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? അതായത് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന സാധനം 9.20% ഡിഫറൻസ് വരുത്തിയാൽ NPV 0. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ NPV 0 ആക്കുന്നത് എന്തിനാ? ഈ പറയുന്ന പോലെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലോട്ട് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് NPV 0 ആക്കണേ. പറയുന്നത് മനസ്സിലായോ? സോ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന സാധനം 9.26% ഡിഫറൻസ് വരുത്തിയാലേ NPV 0 ആവുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കി. രണ്ടാമത്തെ ആനുവൽ ക്യാഷ് ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ. സോ ക്യാഷ് ഔട്ട്ഫ്ലോ ഇത്രയും രൂപയുടെ ഡിഫറൻസ് വരുത്തണം. ക്യാഷ് ഔട്ട്ഫ്ലോയ്ക്ക് എത്ര രൂപ വ്യത്യാസം വരുത്തണം? 1112 രൂപ വ്യത്യാസം വരുത്തണം. ഇനി ആനുവൽ ക്യാഷ് ഫ്ലോയ്ക്കകത്ത് എത്ര രൂപ ഡിഫറൻസ് വരുത്തണം? പറഞ്ഞേ. രണ്ടാമത്തെ എത്ര രൂപയായിരിക്കാം? ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 13,112 രൂപയാണ് നമുക്കിപ്പോൾ കിട്ടിയത് അല്ലേ? മൈനസ് 12,000 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര വന്നേ? 1112 ആയി. ഇവിടെ ഇത് 0 ആവണമെങ്കിൽ ഇത് എത്ര കുറയണം? 1112 രൂപ കുറയണം. 12 രൂപ കുറഞ്ഞ് ഇത് എത്ര രൂപയാവണം? 12,000 റുപ്പീസ് ആവണം. മനസ്സിലായോ? ഇവിടെ ചേഞ്ച് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെ കേട്ടോ. പ്രോഫിറ്റ് കൂടിയോ കുറയുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല. നമ്മൾ ഉച്ചരിക്കുന്ന വേർഡ് ചേഞ്ചാ. മനസ്സിലായോ? പ്രോഫിറ്റ് കൂടിയോ പ്രോഫിറ്റ് കുറഞ്ഞോ അതൊന്നുമല്ല, ചേഞ്ച്. എത്ര പെർസെൻറ്റേജ് വരുത്തുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുന്നത്, ഡിഫറൻസ് ഉണ്ടാവുന്നത്. സോ ഇവിടെ നോക്കി, ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമുക്ക് 13,112 ആണ് കിട്ടിയത്. അത് എത്ര മൈനസ് ചെയ്യണം? 1,112 മൈനസ് ചെയ്യണം. എന്നാലേ നമുക്ക് എത്ര വരുള്ളൂ? 12,000 വരുള്ളൂ. ദാറ്റ് മീൻസ് ഈ പറയുന്നത് 1,112 ഡിഫറൻസ് വരുത്തണം. ഒറിജിനൽ വാല്യൂ എത്രയാണ്? 13,112 വരും അല്ലേ? ഇൻറ്റു 100. 1,112 ഡിവൈഡ് ബൈ എത്ര ശതമാനം വരും? 8.48% വരും. ചെയ്തോ? മനസ്സിലായോ? ഈ രണ്ടെണ്ണം മാത്രം കമ്പയർ ചെയ്തേ. സെൻസിറ്റിവിറ്റി പാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ് അല്ലേ? കാരണം എന്താ? ആദ്യത്തെ 9.26% ഡിഫറൻസ് വരുത്തിയാലേ NPV 0 ആവുള്ളൂ. പക്ഷേ രണ്ടാമത്തെ എത്ര മതി? 8.48% ഡിഫറൻസ് വരുത്തുമ്പോൾ തന്നെ NPV 0 ആവും. സോ ഇത് രണ്ടും മാത്രം ചെക്ക് ചെയ്യുവാണെങ്കിൽ രണ്ടാമത്തെ ആയിരിക്കും. ഇനി മൂന്നാമത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാ പറഞ്ഞേ? മൂന്നാമത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര ഡിഫറൻസ് വരണം നോക്കാം. ഈ രണ്ട് ഫിഗർ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ആദ്യത്തെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് 9.26% ഡിഫറൻസ് വരണം. ഇനി ഏതാ ഇൻഫ്ലോ എത്ര? 8.48% ഡിഫറൻസ് വരണം. ഇനി മൂന്നാമത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് മൂന്നാമത്തെ നോക്കണേ. നമ്മൾ വീണ്ടും NPVയുടെ ഫോമിലോട്ട് കൊണ്ടുവരണം. എങ്ങനെയാ? അതായത് 4,500 ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ അല്ലേ? നമ്മളിപ്പോൾ ചെയ്തത് 14%. അത് മാറ്റണം. അത് എത്ര ആവും എന്നാണ് നമ്മൾ നോക്കണേ. സോ ആനുവിറ്റി ഫാക്ടർ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എത്ര മൈനസ് ചെയ്യാം?
12,000 മൈനസ് ചെയ്യുമ്പോൾ NPV എത്ര കിട്ടണം? 0 ആവണം അല്ലേ? ഇവിടെ 14% വെച്ച് ചെയ്തു, ഇവിടെ 14% വെച്ച് ചെയ്തപ്പോൾ നമുക്കിവിടെ 1112 രൂപയായി. പക്ഷേ ഇത് പാടില്ല, ഇത് പാടില്ല. ബാക്കിയുള്ള രണ്ടും NPV 0 ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതും അതേപോലെ തന്നെ NPV 0 ആക്കണം. ദാറ്റ് മീൻസ് 4,500 ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എത്ര രൂപ വരണം? 12,000 റുപ്പീസ് വരണം. അതായത് ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 0 ആവണമെങ്കിൽ എത്ര ആയിരിക്കണം? 12,000 ഡിവൈഡ് ബൈ 4,500. ഈക്വൽ ടു 2.667. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 18% ആണ് 2.667. മനസ്സിലായി? അതായത് ആനുവിറ്റി ഫാക്ടർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 14% മാറി എത്രയാവണം? 18% ആവണം, എന്നാലേ NPV 0 ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എത്ര വരും? അതിൻ്റെ ഡിഫറൻസ് എത്ര വരും പറഞ്ഞേ? 18 മൈനസ് 14 ഡിവൈഡ് ബൈ 14 ഇൻറ്റു 100 അല്ലേ? അതായത് അത് 4% ഡിഫറൻസ് വരണം. എത്ര വരും? 4 ഡിവൈഡ് ബൈ 14 ഇൻറ്റു 100 28.57% വരും. 29%. സോ നോക്കി, ഇതിനകത്ത് മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ സെക്കൻഡ് വൺ ആയിരിക്കും. നമുക്ക് ഒബ്ജക്റ്റീവായിട്ടും എസ് എ ടൈപ്പിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് മെത്തേഡേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്തത്. ആദ്യത്തേതിനകത്ത് 10% ചേഞ്ച് മതി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിൻ്റെ പുറകെ പോയി? ഔട്ട്പുട്ടിൻ്റെ ഡിഫറൻസിൻ്റെ പുറകെ പോയി. രണ്ടാമത്തേതിനകത്ത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ അടുത്തൊന്നും പറയാത്തത് കൊണ്ട് ഓരോന്നും എത്ര ശതമാനം ഡിഫറൻസ് വരുമ്പോഴാണ് NPV 0 ആവണേ എന്ന് ചെക്ക് ചെയ്തു. മനസ്സിലായോ? എന്നിട്ട് അതിനകത്ത് ഏറ്റവും ചെറുതെടുത്തു. ഇതങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റേത് 9.26% ചേഞ്ച് വന്നാലേ NPV 0 ആവുള്ളൂ. അടുത്തത് ഇൻഫ്ലോ 8.48% ചെയ്യുമ്പോൾ തന്നെ NPV 0 ആവും. അടുത്തത് മൂന്നാമത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 28.5% ചേഞ്ചസ് വരുത്തണം, എന്നാലേ NPV 0 ആവുള്ളൂ. സോ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? മോസ്റ്റ് സെൻസിറ്റിവിറ്റി പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ പറയുന്ന 8.48 ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും. രണ്ടും പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.